الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على السلام. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्लाह ताला कुरान करीम में फरमाता है कुंतुम खैरा उम्मतिन उखरिजत लिन्नास. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, जो दूसरों की भलाई കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. किए गए അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി से സൃഷ്ടിക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. മുസ്ലിങ്ങളുടെ മഹത്തായ उनसे പ്രവർത്തികളിൽപ്പെട്ട ഒന്നാണിത്. उनसे दुनिया को खैर और भलाई पहुंचे. ജനങ്ങൾ അവരിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുക എന്നുള്ളത്. लेकिन इस वक्त അവരിൽ നിന്ന് ജനങ്ങൾക്ക് നന്മയാണ് ലഭിക്കേണ്ടത്, इस पे हम देख തിന്മയല്ല. कि मुसलमान हुकूमत എന്നാൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ നാം കാണുന്നത്, और तंजीमों ने दुनिया में ലോകം ഇസ്ലാമിന്റെയും साथ बर्पा किया हुआ മുസ്ലിമിന്റെയും പേര് കേൾക്കുന്ന മാത്രയിൽ इस्लाम പേടിക്കും വിധം के नाम और मुसलमान से കുഴപ്പങ്ങളും ഫസാദുകളുമാണ് മുസ്ലിം ഭരണകൂടങ്ങളും സംഘടനകളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. और अगर खौफजदा होने की हालत हो तो फिर कौन है जो मुसलमानों की बातों को सुने ഭയപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ कि इनसे हमें മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും और भलाई അവരിൽ നിന്ന് പ്രയോജനം കൊള്ളാനും ആരാണ് ശ്രമിക്കുക? जो लोग अपने लोगों की ही गर्दनें काट रहे हों, मासूमों को, औरतों को, बच्चों को സ്വന്തം ആൾക്കാരുടെ കഴുത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നവർ, कत्ल कर रहे हों നിരപരാധികളെയും സ്ത്രീകളെയും बगैर കുട്ടികളെയും किसी वजह के വൃദ്ധരെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്നവർ, याद के की पैरवी न करने वालों ഒരു കാരണവും കൂടാതെ തെറ്റായ രീതിയിൽ തന്റെ കാഴ്ചപ്പാടുകളെ उनसे किस तरह അനുസരിക്കാത്തവരെ അടിമകളാക്കുന്നവർ, कि वो गैर मुस्लिमों के लिए അത്തരം ആളുകളിൽ നിന്നും അമുസ്ലിങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് നാം എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? इस अमल का जो लोग करते हैं लाजमी नतीजा അതിനാൽ ഇവർ ചെയ്യുന്ന और निकल रहा है. ഈ പ്രവൃത്തികളുടെ അനിവാര്യ ഫലം दुनिया ഇവർക്ക് മുസ്ലിങ്ങളോടുള്ള ഭയത്തിലാണ് കലാശിക്കൊണ്ടിരിക്കുന്നത്. इसमें शर्मिंदगी की बात എന്നാൽ നാം അഹമ്മദികൾ गम और तकलीफ की बात तो जरूर है कि हमारे प्यारे नबी सल्लल्लाहु अलैहि वसल्लम ഇതിൽ ലജ്ജിക്കുകയും ദുഃഖിക്കുകയുമാണ് വേണ്ടത്. उनकी കാരണം तरफ होकर റഹ്മത്തുൽ ആലമീനായ നമ്മുടെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ് ഇക്കാര്യങ്ങളൊക്കെയും ആരോപിക്കപ്പെടുന്നത്. मज़हब इस्लाम को भी बदनाम किया है और ഇക്കൂട്ടർ सल्लल्लाहु अलैहि वसल्लम के पाक उसवा को ഇസ്ലാം മതത്തെ അപമാനിക്കുകയും के सामने गलत रंग में पेश करने നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉദാത്തമായ മാതൃകയെ തെറ്റായ രീതിയിൽ ലോകത്തിനു മുമ്പാകെ അവതരിപ്പിക്കുന്നവരുമായി മാറിയിരിക്കുകയാണ്. इनके समझ से എന്നാൽ ഒരു അഹമ്മദി എന്ന നിലയിൽ अक्सर गैर मुस्लिमों के सामने जब मैं ये बात रखता हूँ ഇവരുടെ പ്രവർത്തനങ്ങളിൽ कि നാം നിരാശരോ ഹതാശരോ അല്ല. तो हजरत सल्लल्लाहु अलैहि അമുസ്ലിങ്ങളായ പലരുടെയും മുന്നിൽ ഞാൻ ഈ കാര്യങ്ങൾ വെക്കുമ്പോൾ, वसल्लम होने की दलील है. അതായത് മുസ്ലിങ്ങളുടെ ഈ പ്രവർത്തികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാം മതത്തിന്റെയും സത്യതയ്ക്കുള്ള തെളിവാണ്. കാരണം मानों की हालत होगी നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരുന്നു, ഒരു കാലം വരും ये अमल അന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്നതായിരിക്കും के बाद എന്നല്ല കാലം പോലും പറയുകയുണ്ടായി. और इतने अरसे तक ये अंधेरा जमाना चलता चला जाएगा. ഇന്ന കാലം മുതൽ തുടങ്ങി ഇത്ര കാലം വരെ ആ ഇരുണ്ട കാലം തുടരുമെന്നും പറയുകയുണ്ടായി. जो इस्लाम की
हकीकी और खूबसूरत तालीम അതിനുശേഷം വാഗ്ദത്ത മസീഹ് അവതരിക്കുന്നതാണ്. करेगा। वो അദ്ദേഹം ഇസ്ലാമിന്റെ സ്വച്ഛ സുന്ദരമായ അധ്യാപനങ്ങൾ അവതരിപ്പിക്കും. तालीम मौजूद है ആ അധ്യാപനം जिसके हर हर्फ पर अमल का हमें आ हजरत सल्लल्लाहु अलैहि वसल्लम വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഓരോ അധ്യാപനവും പ്രായോഗികമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. आ हजरत सल्लल्लाहु ഈ വ്യതിചലിച്ച കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരം വാഗ്ദത്ത മസീഹ് വന്നിരിക്കുന്നുവെന്നാണ് നാം അഹമ്മദികൾ സുദൃഢമായി വിശ്വസിക്കുന്നത്. कुरान करीम അദ്ദേഹം വാദിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും निशान बताया ആ മഹാത്മാവിന്റെ भी पूरे हुए ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞ ഭൗമികവും ആകാശീയവുമായ അടയാളങ്ങൾ പൂർത്തിയാവുകയും ചെയ്തു. इस्लाम की खूबसूरत तालीम से ആ വാഗ്ദത്ത മഹ്ദി മസീഹ് रोशनास करवाया। നമുക്ക് ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തി आज जमात अहमद നമ്മുടെ ഹൃദയങ്ങളെ ദീപ്തമാക്കി. इस खूबसूरत तालीम पर अमल कर रही है। ഇന്ന് അഹമ്മദിയ ജമാഅത്ത് बातें जो उनको बताई जाएं ആ മനോഹര അധ്യാപനങ്ങൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ അവരോട് പറയപ്പെടുമ്പോൾ इस्लाम गलत नहीं, ഇസ്ലാം തെറ്റല്ലെന്നും इन लोगों के अमल ഇവരുടെ പ്രവർത്തനങ്ങളാണ് തെറ്റെന്നും जो इस्लाम के नाम पर ഇസ്ലാമിന്റെ പേരിൽ दुनिया में फसाद फैला ഇവർ ലോകത്ത് ഫസാദ് ഉണ്ടാക്കുകയാണെന്നും को അവർക്ക് ബോധ്യമാകുന്നു. कि दुनिया को ആയതിനാൽ इधर बुलाना, ലോകത്തെ നന്മയിലേക്ക് ക്ഷണിക്കുകയും भलाई चाहना എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. अल्लाह ताला ने अपना फजल और एहसान എന്തെന്നാൽ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ तौफीक अता फरमाई। ഹസരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. किसी बुरे काम से रुकना ही हमारा काम സമാധാനത്തോടെ ജീവിക്കുകയും തിന്മയെ തടയുകയും नहीं, हमारा काम नहीं। ഫസാദുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്താൽ മാത്രം പോരാ, दुनिया में अमन का क्याम മറിച്ച് और इसके लिए भरपूर कोशिश ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് പൂർണ്ണമായും ശ്രമിക്കുക എന്നതും करना भी हमारा काम। നമ്മുടെ പ്രവൃത്തിയാണ്. दुनिया को ലോകത്തെ തിന്മയിൽ നിന്ന് തടയാൻ ശ്രമിക്കുക എന്നതും നമ്മുടെ ജോലിയാണ്. हमारा काम। ലോകത്തെ ഫസാദുകളിൽ നിന്ന് അകറ്റുകയും बस ये मौत അതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തിയാണ്. കാരണം ഈ പ്രവൃത്തികൾ മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. भलाई और खैर खाई के काम को दोबारा इस्लामी तालीम की रोशनी में നന്മയുടെയും സൽപെരുമാറ്റത്തിന്റെയും പ്രവർത്തനങ്ങൾ दुनिया की खैर खाई ഇസ്ലാമിക വെളിച്ചത്തിൽ വീണ്ടും ആരംഭിക്കാനാണ് അവിടുന്ന് അയക്കപ്പെട്ടത്. और खुदा ताला അതിനാൽ ലോക നന്മ ആഗ്രഹിക്കലും तकाजा करते हैं മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അനുസരണ പ്രതിജ്ഞയും हम मैदान ദൈവിക കൽപ്പനയും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് दुनिया को നാം പ്രവർത്തന രംഗത്ത് വരികയും और भलाई पहुंचाने ലോകത്തിന് നന്മ ചെയ്യുകയും भरपूर कोशिश करें। हम തിന്മയെ അകറ്റുകയും ചെയ്യുന്നതിൽ പൂർണ്ണമായും ശ്രമിക്കണമെന്നാണ്. उनकी भलाई चाहते हैं। നാം മുസ്ലിങ്ങളുടെയും ഗുണകാംക്ഷികളാണ്, അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. അമുസ്ലിങ്ങളുടെയും ഗുണകാംക്ഷികളാണ്, അവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. हिंदुओं നാം ക്രിസ്ത്യാനികളുടെയും ഗുണകാംക്ഷികളാണ്, യഹൂദികളുടെയും ഗുണകാംക്ഷികളാണ്, ഹിന്ദുക്കളുടെയും दहरियों के भी മറ്റു മതസ്ഥരുടെയും ഗുണകാംക്ഷികളാണ് നാം. क्योंकि हम ഇതുവരെ എന്നാൽ നിരീശ്വരവാദികളുടെ പോലും ഗുണകാംക്ഷികളാണ്. जो उन्हें खुदा ताला के करीब करने എന്തുകൊണ്ടെന്നാൽ നാം ഇവർക്കെല്ലാം बल्कि हमने ദൈവസാമീപ്യം സിദ്ധിക്കുന്ന മാർഗങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. चोरों और डाकुओं, जालिमों, എല്ലാവിധ കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ, इसलिए കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അക്രമികളുടെയെല്ലാം ഗുണം ആഗ്രഹിക്കുന്നവരാണെന്ന്. और हमने കാരണം अल्लाह ताला റബ്ബുൽ ആലമീന്റെ സൃഷ്ടികളാണവർ. खैर खाई चाहनी है। നാം അള്ളാഹുവിന്റെ എല്ലാ ദാസരുടെയും नेकियों पर നന്മ ആഗ്രഹിക്കേണ്ടതാണ്. और बुराइयों से रोकने के रास्ते दिखाने हैं। അവർക്ക് നന്മ അവലംബിക്കേണ്ടതിന്റെയും अल्लाह ताला തിന്മയെ വർജിക്കേണ്ടതിന്റെയുമായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. हमारा मैदान അള്ളാഹു बहुत वसी ഉഖ്രിജത്തുൽ ലിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ പ്രവർത്തന മേഖല വളരെ വിശാലമാക്കിയിരിക്കുന്നു. दुनिया की भलाई, ആയതിനാൽ बेहतरी और खैर നാം ലോകത്തിന്റെ നന്മയും പുരോഗതിക്കും വേണ്ടി पहुंचने के सही रास्ते दिखाने, അവരെ ദൈവത്തിലേക്ക് എത്തിക്കേണ്ട മാർഗം കാണിച്ചു കൊടുക്കേണ്ടതാണ്. चलने की तलकीन करनी है. അവരെ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കേണ്ടതാണ്. एक रोज खात्मा होने वाला है और फिर हर एक ने ഈ ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്നും जुदा सजा हासिल അതിനുശേഷം നമ്മുടെ ചെയ്തികൾക്കനുസരിച്ച് ताला से രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടതാണെന്നും അവരോട് പറയേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക हम किसी को നല്ല പര്യവസാനത്തിന് വേണ്ടി. नहीं समझा सकते जब तक നാം സ്വന്തം പര്യവസാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്തിടത്തോളം रखने वाले न हो. മറ്റുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല. काम है जिसे फिक्र के साथ ഇത് വളരെ മഹത്തായ ഒരു പ്രവൃത്തിയാണ്. हमने सरंजाम देना है. വളരെയേറെ പരിശോധിച്ച് ചിന്തിച്ച് നാം ഇത് നിർവഹിക്കേണ്ടതുണ്ട്. के दौरान हमें मुश्किलात का भी सामना ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ करना पड़ता है. നമുക്ക് ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരും, की तारीख बताती है നേരിടേണ്ടി വരാറുമുണ്ട്. कि इन मुश्किलात ജമാഅത്തിന്റെ ചരിത്രം പറയുന്നത് मुखालफतों का ഈ ക്ലേശങ്ങളും हम हर कदम पर सामना, ലോകത്തിന്റെ എതിർപ്പും और ये बात कोई हमारे साथ खास, നാം ഓരോ ചുവടിലും നേരിട്ടുകൊണ്ടിരിക്കുമെന്നാണ്. बल्कि जितने भी नबी आए ഇത് നമുക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതല്ല. और उनके मानने वालों को मुखालफतों का വന്ന പ്രവാചകന്മാർക്കെല്ലാം അവരിൽ വിശ്വസിച്ചവർക്കും वो എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. और कौमों के लिए थे, इसलिए उनकी मुखालफत എന്നാൽ അവർ महदूद. ഒരു പ്രത്യേക ദേശത്തിനും സമൂഹത്തിനു വേണ്ടിയായിരുന്നു വന്നിരുന്നത്. सल्लल्लाहु अलैहि वसल्लम അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പുകളും പരിമിതമായിരുന്നു. जब मबूस हुए എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം तमाम दुनिया के लिए നിയോഗിക്കപ്പെട്ടപ്പോൾ मबूस हुए. इसलिए അവിടുന്ന് ലോകത്തിലെല്ലാവർക്കും വേണ്ടിയാണ് നിയോഗിതനായത്. हजरत सल्लल्लाहु अलैहि वसल्लम അതുകൊണ്ട് തന്നെ की तमाम दुनिया ലോകം മുഴുവനും कर रही है. തിരുമേനി എതിർക്കുന്നതായി നമുക്ക് കാണാം. और यही काम और दायरा कार हजरत मसीह मौद अलैहिस्सलाम വാഗ്ദത്ത മസീഹിന്റെയും പ്രവൃത്തിയും പ്രവർത്തന മേഖലയും गुलामी है. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ഇത് തന്നെയാണ്. हर मजहब और कौम वाले ने की. അതുകൊണ്ട് തന്നെ जब आप അദ്ദേഹത്തെയും എല്ലാ മതക്കാരും സമുദായക്കാരും और अब भी कर रहे हैं, അദ്ദേഹം വാദിച്ചപ്പോൾ എതിർക്കുകയുണ്ടായി. എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു. करेंगे भी, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം. होगा. അവർ എതിർക്കുന്നതുമാണ്. बेशक बहुत से ऐसे ഈ ശൃംഖല അവസാനിക്കാതെ തുറന്നു കൊണ്ടുപോകുന്നതാണ്. जमात अहमदिया के अमन के कामों की तारीफ करते हैं. ജമാഅത്തിന്റെ സമാധാന പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ടെങ്കിലും मामूली तरक्की मिलनी शुरू हो जाए മതപരമായി तो അസാധാരണ വിജയം കൈവരുമ്പോൾ ഒരു സമുദായം എന്ന നിലക്ക് के सामने हमें യൂറോപ്പിലും നമുക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നതാണ്. मुखालफतों का सामना हमें मगरबी ममालिक में भी करना पड़ेगा, या यहाँ के कम अज कम जो भी नाम नहाद मजहब पर अमल करने वाले हैं उनकी तरफ से ഇവിടുത്തെ നാമമാത്ര മതവക്താക്കളിൽ നിന്നും എതിർപ്പുണ്ടാകുന്നതാണ്. कि ये पढ़े लिखे मुल्कों में അതുകൊണ്ട് हमेशा हमें खैर का जवाब खैर से मिलेगा. വിദ്യാസമ്പന്നമായ ഈ രാജ്യങ്ങളിൽ अभी भी ऐसे चर्च നന്മയ്ക്ക് മറുപടിയായി നന്മയിലൂടെ പ്രതികരണം ലഭിക്കുമെന്ന് നാം വിചാരിക്കരുത്. हमारी मुखालफत करते हैं. എപ്പോഴും പല ചർച്ചകളുമുണ്ട്. उनकी इंतजामिया അവിടെ പാതിരിമാർ നമ്മോട് എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. पसंद नहीं करती. അവരുടെ അഡ്മിനിസ്ട്രേഷൻ दिल्ली में जो मज़ाब कॉन्फ्रेंस ജമാഅത്തിന്റെ കൂടെ ഇരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവരാണ്. चर्च ऑफ इंग्लैंड को भी दावत दी गई थी, लेकिन उन्होंने ഫെബ്രുവരിയിൽ മതസമ്മേളനം ഉണ്ടായപ്പോൾ അതിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെയും ക്ഷണിച്ചിരുന്നു. टीमें जाती हैं. എന്നാൽ അദ്ദേഹം അതിന് മറുപടി തന്നില്ല, വന്നുമില്ല. मरतबा तो चर्च മറ്റു രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ തബ്ലീഗ് ടീമുകൾ പോവാറുണ്ട്. फंक्शन करने की उन्हें इस्तेमाल ഒന്ന് രണ്ട് പ്രാവശ്യം ചർച്ച് അവരുടെ ചെറിയ സ്ഥലത്ത് ഫംഗ്ഷൻ നടത്താൻ അനുവാദം നൽകാറുണ്ട്. अपना मुद्दा, നമുക്ക് പറയാനുള്ളത് വിളംബരം ചെയ്യാൻ അനുവദിക്കാറുമുണ്ട്. लेकिन जब देखते हैं എന്നാൽ നാം തുടരെ തുടരെ അവിടെ പോകുന്നതുകൊണ്ട് और लोगों का रुझान
ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നവർ കാണുമ്പോൾ तो फिर मुखालफत शुरू कर देते हैं। അവർ इसी तरह അതിനെ എതിർക്കാൻ തുടങ്ങുന്നു. मजहब या दहरिया അതുപോലെ തന്നെ നിർമ്മതക്കാരും നിരീശ്വരവാദികളുമായ जो बड़ी शिद्दत से जमात की എഴുത്തുകാർ मुखालफत में लिखते हैं, जो जमात उनका जवाब दे तो വളരെ കഠിനമായി मुखालफाना जवाब आता ഇസ്ലാമിനും അഹമ്മദിയത്തിനുമെതിരെ എഴുതുന്നവരുണ്ട്. है। यूं जमात की तादाद അതിന് മറുപടി എഴുതാൻ ഞങ്ങളോട് പറയുകയും ചെയ്യുന്നു. ये मुखालफत भी बढ़ती जाएगी। ജമാഅത്തങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് अंबिया को भी यकीन होता है ഈ എതിർപ്പും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. गलबा उनको मिलना है, क्योंकि खुदा ताला ने എന്നാൽ തങ്ങൾക്ക് എന്തായാലും വിജയം ലഭിക്കുമെന്ന് പ്രവാചകന്മാർ ദൃഢമായും വിശ്വസിക്കുന്നു. इस्लाम को भी, അള്ളാഹു അവരിൽ ഈ ദൃഢവിശ്വാസം ഉണ്ടാക്കുന്നു. क्योंकि खुदा ताला ने आप पर वादे फरमाया था कि गलत ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈ ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ यकीन है। വിജയം നിനക്കാണെന്ന് അള്ളാഹു അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും ദൃഢമായും വിശ്വസിക്കുന്നു. മസീഹ് സ്വലാത്തു വസ്സലാമിന് ഈ വിജയം ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എന്തെന്നാൽ അള്ളാഹു കള്ള വാഗ്ദാനങ്ങൾ നൽകുന്നവനല്ല. इस बात की गवाही दे रही हैं തന്നെയുമല്ല ताला आपके साथ അള്ളാഹുവിൽ നിന്ന് बस कोई ഒരുപാട് പ്രവർത്തന സാക്ഷ്യങ്ങളും मसीह अलैहिस्सलाम അള്ളാഹു അദ്ദേഹത്തോടൊപ്പമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. तखफीफ की नजर ആയതിനാൽ या ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തെ ചെറുതായി കാണേണ്ട ഒരാവശ്യവുമില്ല. ऐसे ऐसे हौलनाक हालात आए। അള്ളാഹുവിന്റെ മേൽ ദുർഭാവന വെച്ച് പുലർത്തേണ്ട ആവശ്യവുമില്ല. दुश्मन समझता था कि अब तो जमात खत्म हुई, ജമാഅത്ത് പലവിധ ഭയാനക അവസ്ഥകളും मगर നേരിട്ടിട്ടുണ്ട്. कि दुश्मन ശത്രുക്കൾ വിചാരിച്ചു ജമാഅത്ത് ഇപ്പോൾ നശിച്ചു പോകുമെന്ന്. എന്നാൽ ഫലമൊന്നുണ്ടായി. नाकाम हुआ और जमात अल्लाह ताला के फजल से सुर्खी ശത്രു പലവിധ ശക്തികളും ഉണ്ടായിരുന്നിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. बस दुनिया हमारे से जो चाहे सलूक करे, ये उनका काम है। ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഭിമാനത്തോടെ खुदा ताला ആ അവസ്ഥയെ അതിജയിക്കുകയുണ്ടായി. इसलिए हमने बहरहाल और हम इस पर ലോകം ഞങ്ങളോട് ഏത് രീതിയിൽ പെരുമാറിയാലും അത് അവരുടെ പണിയാണ്. जो अहकामात दिए हैं, എന്നാൽ അള്ളാഹുവിന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. इसलिए बहरहाल हमने അള്ളാഹു നൽകിയ കൽപ്പനകൾ मुझ चलते हुए अल्लाह ताला അവ പൂർത്തിയാക്കേണ്ടതാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരുമുണ്ട്. और दुनिया को അതുകൊണ്ട് അവന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് अपने आप തീർച്ചയായും काम को അവന്റെ ഈ കൽപ്പനകളെയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടതാണ്. हमारे जज्बात ലോകത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. और हमारे जज्बात नेक हैं, ലോകത്തെല്ലാവരോടുമുള്ള നമ്മുടെ മനോഭാവം അത് പരിശുദ്ധ മനോഭാവമാണ്. दुनिया हमें दुख पहुंचाती है, ഞങ്ങളുടെ ഉദ്ദേശം പരിശുദ്ധമാണ്. हमने എന്നിട്ടും ലോകം ഞങ്ങളെ काम में ഉപദ്രവിക്കുന്നു. എന്നിരുന്നാലും क्योंकि दुनिया को संभालने का काम ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കുറവ് വരാൻ അനുവദിക്കുകയില്ല. ने हमारा नाम കാരണം ലോകത്തെ നിയന്ത്രിക്കേണ്ട ചുമതല അത് ഞങ്ങളുടേതാണ്. खैर बांटने से कभी पीछे नहीं हटना। അള്ളാഹു നമ്മുടെ പേർ ഉത്കൃഷ്ട സമുദായം इस्लाम എന്ന് വെച്ച സ്ഥിതിക്ക് जाना है, നന്മ നൽകുന്നതിൽ നാം ഒരിക്കലും പിന്തിരിയരുത്. इससे बड़ी खैर ആ നന്മ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ്. शर और जितनी ലോകത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. जितनी हवस परस्ती ഇതിലും വലിയ മറ്റെന്ത് നന്മയാണുള്ളത്? के अहकामात की तस्हीक इस जमाने ലോകം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത और हुकूमत തിന്മയും വൃത്തികേടും भी ലൗകികാസക്തിയും इसकी तशहीर कर रहे हैं। ദൈവകൽപ്പനകളോടുള്ള പരിഹാസവുമാണ് ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളും മാധ്യമങ്ങളും आज शैतान ഇവ പ്രചരിപ്പിച്ചു വരുന്നതിന് സമാനമായ ഒന്ന് മുമ്പൊരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല. हुए हैं कि एक ही ജമാഅത്തിന്മേൽ ഇക്കാലത്ത് दुनिया के एक നടത്തുന്നത് പോലുള്ള ആക്രമണം അത്രയും ശക്തിയോടുകൂടി മുമ്പൊരിക്കലും നടത്തിയിട്ടുണ്ടാവില്ല. गलाजत भरी तस्वीरें, कहानियां, ഒരേ സമയത്ത് ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അശ്ലീല ചിത്രങ്ങളും കഥകളും ശബ്ദങ്ങളും करते हैं तो अक्सरियत അത് എത്തിച്ചേരുന്നു. तक नहीं रेंगती और जो बुराई की आवाज है वो फौरन നന്മയുടെ ശബ്ദം നമ്മൾ ഉയർത്തുമ്പോൾ പലരും അത് കേട്ട ഭാവം പോലും കാണിക്കാറില്ല. जो हमारी बात पे देता है, എന്നാൽ തിന്മയുടേത് ആണെങ്കിൽ പെട്ടെന്ന് അത് അതിന്റെ സ്വാധീനം കാണിക്കാൻ തുടങ്ങുന്നു. बल्कि अक्सरियत ऐसी है
ആരെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തന്നെയും ये रखते हैं जैसे बच्चों അവരിൽ പലരും എന്നല്ല അധികം പേരും के शाबाश तुम बड़ा अच्छा काम कर रहे हो, കുട്ടികളോട് കാണിക്കുന്നത് പോലുള്ള പെരുമാറ്റമാണ് പ്രകടിപ്പിക്കാറുള്ളത്. बड़ा ताल्लुक हो जाते हैं। അതായത് ഷാബാഷ്, വളരെ നല്ല പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന ഭാവമാണ് അവർ കാണിക്കുന്നത്. मुलवस हो जाते हैं जो भलाई से दूर। പിന്നെ അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല. बस हमें समझ लेना നന്മയിൽ നിന്ന് ദൂരപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ അവർ ഉൾപ്പെട്ടു പോവുകയും ചെയ്യുന്നു. मकासद के हुसूल की इंतहा नहीं है कि जरा सी तारीफ पर बच्चों की तरह हम खुश होकर बैठ जाएं। चंद ആയതിനാൽ വല്ല പ്രശംസയും കേട്ടുകൊണ്ട് हम समझेंगे हमने बहुत കുട്ടികളെപ്പോലെ സന്തോഷിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയുടെ പരമമായ അവസ്ഥയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. आने के लिए ഏതാനും പേർക്ക് സന്ദേശം എത്തിച്ചുകൊണ്ട് നാം വലിയ കാര്യമാണ് ചെയ്തത് എന്ന് വിചാരിക്കരുത്. इंतहा तक पहुंचाना है। മറിച്ച് ലോകത്തിന് നന്മ ലഭിക്കുന്നതിന് दुनियावी मुखालफत തിന്മയുടെ വിഭാടനത്തിനായി कोई അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതാണ്. चाहे वो मुसलमानों की तरफ से हो ഒരു ഭൗതിക പ്രതിഷേധവും या गैर मुस्लिमों की तरफ से പ്രതിബന്ധവും या किसी भी तरफ से അത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നായാലും तरफ से അമുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ശരി, इस तरह अपने നിരീശ്വരവാദിയിൽ നിന്നായാലും ശരി, ആരുടെ ഭാഗത്തു നിന്നായാലും एक അവയെ आगे ले जाती है। കൊടുങ്കാറ്റ് പുൽക്കൊടിയെ കാറ്റിൽ പരത്തുന്നത് പോലെ लेना चाहिए ആ പ്രതിബന്ധങ്ങളെ നമ്മുടെ വഴിയിൽ നിന്നും മാറ്റാൻ നാം ശ്രമിക്കേണ്ടതാണ്. और शिद्दत से कोशिश की जरूरत है। എത്ര വിപുലവും സുദൃഢവും ശക്തവുമായ പരിശ്രമങ്ങളാണ് അനിവാര്യമെന്നത് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. और इस्तेदादों के मुताबिक അതോടൊപ്പം हिस्सा डालने की जरूरत ഓരോ അഹമ്മദിയും തന്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് है। अलैहिस्सलाम का काम ഇതിൽ ഭാഗവക്കാകേണ്ടതുണ്ട്. तमाम दुनिया को इस्लाम का पैगाम पहुंचाना ലോകത്തെ എല്ലായിടത്തും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുകയും और यही हमारा काम है। നന്മ നൽകുകയും ചെയ്യുകയാണ് വാഗ്ദത്ത മസീഹിന്റെ പ്രവൃത്തി. ഇത് തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയും. आवाज पर कान नहीं धरती, सुनती नहीं। നമ്മൾ പറയുന്നത് ലോകം കേൾക്കുന്നില്ലല്ലോ, हम खैर ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വ്യാകുലപ്പെടേണ്ടതില്ല. और भी ज्यादा तेज हो जाते हैं। നാം നന്മയിലേക്ക് ക്ഷണിക്കുകയും അവർ തിന്മയിൽ കൂടുതൽ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്നു. खासतौर पर इस वक्त मुसलमानों में तो जमात अहमदिया की मुखालफत इतनी ज्यादा ഈ है തിന്മയെ നമുക്ക് कि तमाम എല്ലാ ഭാഗത്തു നിന്നും നേരിടേണ്ടതായിട്ടുണ്ട്. बेशक ऐसे लोग भी हैं പ്രത്യേകിച്ചും ഇക്കാലത്ത് മുസ്ലിങ്ങളിൽ थोड़ी बहुत അഹമ്മദിയ ജമാഅത്തിനോടുള്ള എതിർപ്പ് എത്രമാത്രം അധികരിച്ചു എന്നാൽ जो हक को എല്ലാ പരിധികളെയും അവർ അതിലംഘിച്ചിരിക്കുകയാണ്. तमाम ചിലർ നമുക്ക് അനുകൂലമായി ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നുവെങ്കിലും अहमदियत और സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് लेकिन ഒരെതിർപ്പിനെയും വകവെക്കാതെ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നവരുമുണ്ട്. पैदा करने वालों की तादाद बहुत ज्यादा है। എന്നിരുന്നാലും कम उनके खौफ से ഫിത്നയും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരുടെ എണ്ണം बाहर नहीं निकलते। വളരെ കൂടുതലാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. लेकिन क्या ഇവരെ ഭയന്ന് की वजह से മാന്യരായ വ്യക്തികൾ പുറത്തിറങ്ങുന്നില്ല. सकते हैं? ഇവരാണെങ്കിൽ പുറത്തിറങ്ങി തോന്നിയ പോലെ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. खुदा ताला के इस हुक्म ഈ എതിർപ്പ് കാരണം നമുക്ക് നമ്മുടെ പ്രവൃത്തി നിർത്തിവെക്കാൻ പറ്റുമോ? से हट सकते हैं? ലോകത്തെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയായ നന്മയെ വ്യാപിപ്പിക്കൂ എന്നതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് സാധിക്കുമോ? में ऐसे लोग भी हैं जो तमाम तर मुखालफतों ഞാൻ പറഞ്ഞതുപോലെ और शैतानी रोकों का मुकाबला करते हुए अहमदियत എല്ലാത്തരം എതിർപ്പുകളെയും शैतानी പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ട് जो अपनी अहमदियत की कबूलियत के वाक़या അഹമ്മദത്ത് സ്വീകരിക്കുന്നവരായവരും ലോകത്തുണ്ട്. बताते हैं कि अहमदियत की मुखालफत नहीं उन्हें അവരിൽ ചിലർ അഹമ്മദത്ത് സ്വീകരിച്ച സംഭവം വിവരിച്ചു പറയുന്നത് എതിർപ്പാണ് അവർ അഹമ്മദിയത്തെ സ്വീകരിക്കാൻ വഴിതെളിച്ചത് എന്നാണ്. किया था रसूल मुसीसानी के हवाले से കഴിഞ്ഞ ഖുത്ബയിലും राज तलाश करने के लिए ഒരു കവിയുടെ സംഭവം ഞാൻ പറഞ്ഞിരുന്നു. इस्लाम की कुतुब അതിൽ ഖലീഫത്ത് മുസീസ് സാനിയിൽ നിന്നാണ് ഞാൻ അത് എടുത്തുദ്ധരിച്ചിരുന്നത്. और अहमदियत कबूल कर ली। ആ കവി കുറ്റം കണ്ടെത്താൻ വേണ്ടി ഹാത്ത് മസീമദ് സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും इतना वादे हो गया ഫാർസിയിലെ ദുറസമിൻ വായിക്കുകയുണ്ടായി. से बढ़कर എന്നാൽ അദ്ദേഹം അഹമ്മദ് സ്വീകരിക്കുകയാണ് ചെയ്തത്. रसूल അദ്ദേഹം പറയുന്നു, മിർസ ഗുലാം മഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിനേക്കാൾ
വലിയ പ്രവാചക പ്രേമിയെ കാണാൻ സാധിക്കില്ലെന്ന് എനിക്ക് പകൽ വെളിച്ചം പോലെ ബോധ്യമായി. खैर पहुंचाएंगे तो इन्हीं लोगों में से फिर തിന്മക്ക് മറുപടിയായി നന്മ കാണിക്കുമ്പോൾ मोहब्बत भी टपके ഇവരിൽ നിന്ന് തന്നെ പിന്നീട് സ്നേഹത്തുള്ളികൾ പൊഴിയുന്നതാണെന്ന് और ये लोग വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരാണ് നാം. गुलामी में आ जाएंगे. ഇവർ മുഹമ്മദ് മസീഹിന്റെ ശിഷ്യത്വത്തിൽ വരുന്നതാണ്. तो इस्लाम ने तो ये तालीम दी है कि दुश्मनों के लिए भी दुआ करो और उनके लिए खैर चाहो. ശത്രുവിനു വേണ്ടിയും ദുആ ചെയ്യണമെന്ന അധ്യാപനമാണ് വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം നൽകിയത്. അവരുടെ നന്മ ആഗ്രഹിക്കാനും അവരോട് നന്മ ചെയ്യാനും പറയുകയുണ്ടായി. जो हज़रत मसीह मौद अलैहिस्सलाम के दिली दर्द की तस्वीर है और गुज़श्ता खुद में ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയനൊമ്പരം വരച്ചു കാട്ടുന്ന ഈ സംഭവം നമുക്കറിയാം. अल्लाह ताला ने ताउन को കഴിഞ്ഞ ഖുതുബയിൽ ഞാനത് പറഞ്ഞിരുന്നു. भेजा था, लेकिन जब लोग मरने लगे അള്ളാഹു പ്ലേഗിനെ ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ अल्लाह ताला की ഒരു അടയാളമായിട്ടാണ് അയച്ചത്. और ईमान को എന്നിട്ടും ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ इस अजाब के दूर होने के लिए അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആരാണുണ്ടാവുക, कि सुनने वाले ആര് വിശ്വസിക്കും कि यूं लगता എന്ന ചിന്ത അദ്ദേഹത്തെ വ്യാകുലചിത്തനാക്കി. कोई औरत कराती है और तड़प അങ്ങനെ അദ്ദേഹം ഈ ശിക്ഷ അകലുന്നതിനായി എത്രമാത്രം വേദനയോടെ ദുആ ചെയ്തു വന്നാൽ ये वो खैर പേറ്റുനോവിനാൽ കരയുന്ന സ്ത്രീയെ പോലെയായിരുന്നു करने में हज़रत सल्लल्लाहु अलैहि वसल्लम के गुलाम सादिक ने മസീഹ് സ്വലാത്തു വസ്സലാമിന് വേദന അനുഭവപ്പെട്ടത് എന്നത് കാണുന്നവർ പറയുകയുണ്ടായി. दुनिया की तबाही की ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസൻ दुनिया की खैर चाहिए. നമ്മുടെ മുമ്പിൽ വെച്ച നന്മയുടെ ഈ നിലവാരമാണ് ഭൗതികരും അവലംബിക്കേണ്ടത്. इनके दिलों की हालत बदल सकता है. बस हमारा जोर भी ലോകം നശിക്കുന്നതിന് പകരം അതിന്റെ നന്മയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. हज़रत मोहम्मद നാശം വിതക്കാതെയും ഇവരുടെ ഹൃദയാവസ്ഥ മാറ്റാൻ കഴിവുള്ളവനാണ് അവൻ. ആയതിനാൽ വാഗ്ദ മസീഹ് അലൈഹി ഇസ്ലാമിന്റെയും ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ताकि തിരുമേനിയുടെയും അനുധാവനത്തിൽ ജനങ്ങൾ നാശത്തിൽ നിന്നും दर्द दिल से രക്ഷപ്പെടണമെന്ന കാര്യത്തിൽ ഊന്നൽ നൽകുകയാണ് വേണ്ടത്. की भी जरूरत है. हमने दुनिया को सही അവർ നമ്മുടെ സഹോദരന്മാരാകുന്നതിനു വേണ്ടി रास्तों की रहनुमाई करके നാം ദുആ ചെയ്യണം. आपको संवारनी है. ये भी बता दूं ഇതിനായി നമുക്ക് നൊമ്പര മനസ്സോടെ ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. नहीं है मादी मदद നാം ലോകത്തിന് ശരിയായ ആത്മീയ മാർഗദർശനം നൽകിക്കൊണ്ടാണ് അവരുടെ യഹപര ലോക ജീവിതം പ്രശോഭിതമാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയട്ടെ, ആത്മീയ മാർഗദർശനത്തിലൂടെ നാം അവരെ സൽപന്ഥാവിൽ നടത്തേണ്ടവർ തന്നെയാണ്. बीमारियों को എന്നാൽ ഭൗതികമായ സഹായവും നന്മയും നൽകാൻ നാം ചുമതലപ്പെട്ടവരാണ്. और हर जरूरतमंद के लिए हमारी कोशिश होनी चाहिए. വിശുദ്ധ ഖുർആനിൽ ഇതിനെപ്പറ്റിയും കൽപ്പനകളുണ്ട്. इस वक्त സ്വന്തം ആളുകളുടെ നന്മക്കായി മാത്രം ഏർപ്പാടുകൾ ചെയ്താൽ പോരാ. സ്വന്തം ആളുകളുടെ മാത്രം വിശപ്പ്, നഗ്നത, രോഗങ്ങൾ തുടങ്ങിയവ ഇല്ലായ്മ ചെയ്താൽ മാത്രം പോരാ. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, लुबनान वगैरह में ആവശ്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ വിഷയം കൂടുതലും ആത്മീയ നന്മയെക്കുറിച്ചുള്ളതാണെങ്കിലും ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിവരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കി, ലബനാൻ എന്നിവിടങ്ങളിൽ നമ്മുടെ അഹമ്മദി പോവുകയുണ്ടായി. മറ്റു ദേശങ്ങളിൽ നിന്ന് അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന അഭയാർത്ഥികളുടെ ആവശ്യങ്ങളെ കുറിച്ചറിയാനായിരുന്നു അദ്ദേഹം പോയത്. അവിടെ അവരുടെ അവസ്ഥയും പരിതാപകരമാണ്. इसी तरह बच्चों की ഭക്ഷണമില്ല, मुतासर हो रही है. വസ്ത്രം തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും അവിടെയില്ല. ऑर्गेनाइजेशन അതുകൊണ്ട് തന്നെ पूरी करने की कोशिश कर रही हैं. കുട്ടികളുടെ പഠനത്തെയും അത് ബാധിച്ചിരിക്കുകയാണ്. ഏതായാലും वहाँ വിവിധ സംഘങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം കുറവുകളുണ്ട്. दिया यूरोप वालों की मदद क्यों करती है? അവിടെ ഒരു അഹമ്മദി ഒരു ആക്ഷേപവും ഉന്നയിക്കുകയുണ്ടായി. അതായത് इसका इशारा गालिबन അഹമ്മദ ജമാഅത്ത് യൂറോപ്യന്മാരെ സഹായിക്കുന്നത് എന്തിനാണ്? हुक्म देते हैं उसके. ഞങ്ങളെ മാത്രം സഹായിച്ചാൽ പോരെ. तो यहाँ ആ വ്യക്തി സൂചിപ്പിച്ചത് इस कुरानी हुक्म के मुताबिक നാം യൂറോപ്പിലെ ചാരിറ്റിക്ക് നൽകുന്ന സഹായങ്ങളെയാണ്. मानी और मादी मदद बिला इम्तियाज हमने വിശുദ്ധ ഖുർആന്റെ കൽപ്പനുസരിച്ച് ഞാൻ ഇവിടെയും ഈ മറുപടി തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. कि भूखे को അതായത് ഭൗതികവും ആത്മീയവുമായ സഹായം നാം भूखे को യാതൊരു വിവേചനവുമില്ലാതെ ചെയ്യേണ്ടതാണ്.
അള്ളാഹു പറയുന്നു, നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകുക. मिस्कीन की വിശക്കുന്ന അഹമ്മദിക്കോ മുസ്ലിമോനോ ഭക്ഷണം നൽകൂ എന്നല്ല പറഞ്ഞത്, जरूरत മറിച്ച് വിശക്കുന്ന ഓരോരുത്തരും ഭക്ഷണം നൽകുക എന്നാണ്. भी हमारा फर्ज है कि हर मिस्कीन और हर മിസ്കീന്റെയും ആവശ്യക്കാരന്റെയും ആവശ്യങ്ങൾ നിവർത്തിക്കൂ എന്നാണ്. ആയതിനാൽ എല്ലാ മിസ്കീന്റെയും ആവശ്യക്കാരന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് നമ്മുടെ കടമയാണ്. और एक मोमिन को इस किस्म की बातें ഈ കടമകളെല്ലാം തന്നെ നാം നിർവഹിക്കേണ്ടതാണ്. याद करे फलां को क्यों दिया और फलां को नहीं दिया, बल्कि मोमिन के फराइज में दाखिल है ഇന്നവർക്ക് എന്തുകൊണ്ട് കൊടുത്തു, कि बिला ഇന്നവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. जो हम चैरिटी वॉक वगैरह करते हैं इसमें വിവേചനമന്യേ എല്ലാവരെയും നോക്കുക, എല്ലാവരെയും സേവിക്കുക എന്നത് വിശ്വാസിയുടെ കടമകളിൽപ്പെട്ടതാണ്. ഇവിടെ നാം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ हमारी चैरिटीज അതിൽ അന്യർ വളരെയധികം പങ്കെടുക്കാറുണ്ട്. ഇതേ തുക തന്നെയാണ് നാം ചാരിറ്റിയിലും കൊടുക്കാറുള്ളത്. यहाँ की मुकामी നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അന്യരും അവരുടെ പങ്ക് നൽകാറുണ്ട്. इंसानियत के लिए जो वो काम कर रहे हैं ഇതിന്റെ അടിസ്ഥാനത്തിൽ साथ उसमें शामिल हो അവർ ചെയ്യുന്ന മാനവീയ സേവനങ്ങളിൽ പങ്കുകൊള്ളാൻ നാം ബാധ്യസ്ഥരുമാണ്. वसल्लम के उसवा हसना में ये नजर आता है कि नबूवत का मुकाम मिलने के बाद भी आपने നുബുവത്തിന്റെ സ്ഥാനം ലഭിച്ചിട്ടും आज भी मुझे गैर തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, मदद के लिए बुलाया जाए तो मैं शामिल ഇന്നും ആവശ്യക്കാരന്റെ ആവശ്യം നിറവേറ്റുന്നതിന് ആരെങ്കിലും എന്റെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന്. पहले मक्का के बाद लोगों ने इकट्ठे होकर गरीबों की ഹിൽഫുൽ ഫുസൂൽ എന്ന പ്രതിജ്ഞയെക്കുറിച്ചായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം जिसमें आप भी शामिल थे। ഈ സന്ദർഭത്തിൽ സ്മരിച്ചത്. बस जैसा कि मैंने कहा നുബുവത്തിനു മുമ്പേ മക്കയിലെ ദരിദ്രരെയും ആക്രമിക്കപ്പെട്ടവരെയും സഹായിക്കാൻ സ്ഥാപിച്ച സംഘടനയായിരുന്നു അത്. करते चले തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൽ അംഗമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നന്മയുടെ മേഖലയെ വിശാലമാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിനൊരിക്കലും പരിമിതപ്പെടുത്തരുത്. हैं उसके लिए कोई बदला നാം അവർക്ക് ചെയ്യുന്ന ना रूहानी खैर बांट कर कोई बदला चाहते हैं। अगर कोई दर्द ഭൗതിക സഹായങ്ങൾക്ക് പകരം അവരിൽ നിന്ന് ഒരു സഹായവും ആഗ്രഹിക്കുന്നില്ല. कि दुनिया अपने पैदा करने वाले खुदा को ആത്മീയ നന്മ അവർക്ക് വിതരണം ചെയ്യുമ്പോഴും बांट कर അവരിൽ നിന്ന് നാം അതിനു പകരമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു നൊമ്പരം, ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് ജനങ്ങൾ തങ്ങളുടെ സ്രഷ്ടാവിനെ തിരിച്ചറിയണമെന്നത് മാത്രമാണ്. और यही हमें सिखाया गया। ഈ ചിന്ത അവർക്ക് നൽകിക്കൊണ്ട്, ഈ ഖൈർ അവർക്ക് നൽകിക്കൊണ്ട് मैं तुमसे कोई പണ്ട് മുതലേ പ്രവാചകന്മാർ നൽകിക്കൊണ്ടിരുന്ന മറുപടി, जवाब अंबिया की जवाब അതായത് എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. जब खैर बांट कर फिर ये कहते हैं कि मेरा പ്രവാചകന്മാരുടെ ഈ മറുപടിയാണ് ജമാഅത്തും അനുവർത്തിക്കേണ്ടത്. बहुत बड़ी तादाद ഒരു കാര്യം കൂടി ഓർക്കുക, പ്രവാചകന്മാർ ഖൈർ നൽകിക്കൊണ്ട് चली जाती है। बस हमें എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറയുമ്പോൾ खैर का बदला हमें ഒരു വലിയ വിഭാഗം ആളുകൾ പിന്നെയും അദ്ദേഹത്തോടുള്ള ശത്രുതയിൽ വർദ്ധിച്ചു പോകുന്നു എന്നുള്ളതാണ്. तरफ से ഈ നന്മക്ക് പകരമായി നമ്മുടെ ദുർപ്രകൃതക്കാരായ എതിരാളികളിൽ നിന്നും നഷ്ടത്തിന്റെയും ശത്രുതയുടെയും രൂപത്തിലായിരിക്കും നമുക്കതിന് പകരം ലഭിക്കുക. देखते हैं ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. शेर बकरी को देखती है किस तरह शिकार അങ്ങനെ ലഭിക്കാറുമുണ്ട്. എന്നല്ല, ചിലർ നമ്മെ നോക്കുന്നത് हाल है। സിംഹം ആടിനെ നോക്കുന്നത് പോലെയാണ്. कोई शेर या ഇവനെ എങ്ങനെ എന്റെ ഇരയാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. तरह छूट जाए तो मालिक അയാളുടെ ഉദാഹരണം कि उसे കടുവയെ വളർത്തുന്ന ഒരാളെ പോലെയാണ്. उस जानवर को कोई नुकसान ना हो और फिर भी അയാളിൽ നിന്ന് കടുവ കടന്നു കളഞ്ഞാൽ कोशिश यही होगी അതിന്റെ ഉടമസ്ഥൻ कि मालिक को चीर फाड़ डाले। അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് അപകടമൊന്നും പറ്റരുത്, അതിനെക്കൊണ്ട് എനിക്ക് ഇനിയും ഗുണമുണ്ടാകും എന്നാണ് വിചാരിക്കുക. हैं बल्कि तमाम मौलवी और उनके जेर असर ऐसे लोग हैं जो എന്നാൽ കടുവയുടെ ശ്രമം ഉടമസ്ഥനെ പിച്ചു ചിന്താൻ തന്നെയായിരിക്കും. हमें चीर പാകിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലും लेकिन हमारी കുറച്ച് ആളുകൾ, അവിടെയുള്ള മുഴുവൻ മൗലവിമാരും और खुदा അവരുടെ വലയത്തിലുള്ള ആളുകളും അവർ നമ്മുടെ നേരെ കളവ് കറ്റുകെട്ടിക്കൊണ്ട് हमारे साथ നമ്മെ പിച്ചു ചീന്താൻ ആഗ്രഹിക്കുന്നു. नहीं है। എന്നാൽ നമ്മുടെ ശ്രമം जगहों पर അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ്, അവർ അള്ളാഹുവിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാനാണ്. इसलिए बेहतर यह है कि अहमदियत से तौबा വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല ജനങ്ങൾക്ക് നമ്മോട് എതിർപ്പുള്ളത്.
ഒരുപാട് അഹമ്മദികൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഭീഷണികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. और अहमदियत से दुश्मनी ഞങ്ങൾ നിങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിക്കും, അതിനാൽ നല്ലത് അഹമ്മദിയത്ത് ഒഴിവാക്കി ഞങ്ങളോടൊപ്പം ചേരുക എന്നൊക്കെ. इनके जाती मुफादात അതായത് അവരുടെ ശത്രുത और लोगों के അഹമ്മദിയത്തിനോടാണ്, ആരുടെയും വ്യക്തിത്വത്തോടല്ല. रुझान അഹമ്മദിയത്തിനോടുള്ള ശത്രുതയ്ക്ക് കാരണം അഹമ്മദിയത്തിന്റെ പുരോഗതി अहमदी तरक्की करते जाएंगे, അവരുടെ സ്വാർത്ഥ ലാഭങ്ങളുടെയും दी जाएगी. ജനങ്ങൾക്ക് അവരോടുള്ള ആകർഷണത്തിന്റെയും അപജയമാണ്. इन लोगों को नजर आ रहा है कि जमात जिस तरह तरक्की कर रही है कल ये हम पर कब्जा कर लेगी. അഹമ്മദികൾ അല്ലെങ്കിൽ അഹമ്മദിയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇത്തരക്കാർക്ക് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കും. मेरे असर हैं ജമാഅത്തിന്റെ വളർച്ച എത്രമാത്രമാണെന്നും जमात നാളെ അവരെ അഹമ്മദിയത്ത് കീഴടക്കുമെന്നും അവർ കാണുന്നുമുണ്ട്. इनके ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരം രാഷ്ട്രങ്ങളിൽ, करना चाहती है. അതായത് പൗരസ്ത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാധീനമുള്ള രാജ്യങ്ങളിൽ का फैलाव ജമാഅത്തിന്റെ പുരോഗതി मुल्कों पर कब्जा करने वाला नहीं फैलाव. ജമാഅത്തിനെതിരെയുള്ള ഗൂഢാലോചനയിലേക്കാണ് കൊണ്ടുപോവുക. ഇവരുടെ ദൃഷ്ടിയിൽ അഹമ്മദിയ ജമാഅത്ത് ഭരണം കീഴടക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. मुसलमान ममालिक में भी എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ വ്യാപനം जो मुसलमानों ഈ രാജ്യങ്ങളെ കീഴടക്കാനുള്ള രീതിയിലല്ല. को सल्लल्लाहु अलैहि वसल्लम के गुलाम सादिक के साथ जुड़ने का कहते മുമ്പത്തെക്കാൾ അധികം ശാന്തിയും സമാധാനം നിലനിർത്താനുമുള്ള കാരണമായി തീരുകയാണ് ചെയ്യുക. और उनके बेहतर अंजाम के लिए इसी മുസ്ലിം രാഷ്ട്രങ്ങളിലും നാം മുസ്ലിങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളിൽ ചേരാൻ പറയുന്നത് അവരുടെ ഭൗതിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റാനാണ്, അവരുടെ നല്ല പര്യവസാനത്തിനാണ്. ഇതുപോലെ ലോകത്തുള്ള മറ്റു മതസ്ഥരെയും സർവശക്തനായ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ना ये दुआ की थी ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ये आज ലോകത്തിന്റെ മേലുള്ള തന്റെ വിജയം दुनिया में गलबे की बातें ലോകത്തെ തന്റെ കാൽക്കീഴിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല, करने के लिए नहीं करती വിജയത്തിനായി ദുആയും ചെയ്തിരുന്നില്ല. कि इसका मकसद खुदा ताला ഇന്ന് അഹമ്മദിയത്ത് ഖിലാഫത്തിനോടൊപ്പം ചേർന്ന് ലോകത്തിന്മേൽ വിജയം വരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അധികാരം കീഴടക്കുന്നതിനോ करने के लिए ലോകത്തെ കാൽ കീഴിലാക്കാനോ ചെയ്യാനല്ല, മറിച്ച് അതിന്റെ ഉദ്ദേശം हमें हमेशा ലോകത്ത് ദൈവത്തിന്റെ ആധിപത്യം കൊണ്ടുവരാനാണ്. की जिंदगी റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ അധ്യാപനങ്ങൾ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. के बावजूद നാം എപ്പോഴും आपकी तरफ से റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഇസ്ലാമിക ചരിത്രവും के खिलाफ നിരീക്ഷിക്കേണ്ടതാണ്. दुश्मनी के बाजार गर्म किए गए, जंगें ठोसी गई, ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകിയിട്ടും कौम के लिए हदायत और रहम ही मांगा और हतुल वसा कोशिश की कि दुनिया को അദ്ദേഹത്തിന്റെ എതിരിലും खैरी मल സഹാബത്തിന്റെ എതിരിലും जंगें अगर ശത്രുക്കൾ ശത്രുത ആളിക്കത്തിക്കുകയും യുദ്ധങ്ങൾ അയച്ചുവിടുകയും ചെയ്തു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിനായി നേർമാർഗവും കാരുണ്യവും ചോദിച്ചു. उन लोगों की खैर ആത്മാർത്ഥമായി തന്നിൽ നിന്ന് ലോകത്തിന് നന്മ ലഭിക്കാൻ പരിശ്രമിച്ചു. वो खैर का യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രതിരോധമായിക്കൊണ്ട് മാത്രം, हम देखते हैं मसलन तो रात എല്ലാവിധ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിനും സംസ്കരണത്തിനുമായിക്കൊണ്ട് മാത്രം, और यहूदियों और ईसाइयों അതും ഒരു വിധത്തിൽ അവരുടെ നന്മക്കായിട്ടായിരുന്നു. ने भी इस वजह से की ആ നന്മ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. जो यहूदी आपस में सख्त मुखालफत करने वाले थे, लेकिन आ हजरत सल्लल्लाहु തൗറാത്തിൽ ഹദരത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങൾക്കെതിരെ 7 സമൂഹങ്ങൾ എതിർത്തതായി പരാമർശമുണ്ട്. अलैहि सोच और तालीम की वजह യഹൂദികളും ക്രിസ്ത്യാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത കാരണം വിദ്വേഷം വെച്ച് പുലർത്താനുള്ള കാരണവും ഇതായിരുന്നു. യഹൂദികളും ക്രിസ്ത്യാനികളും പരസ്പരം ശത്രുക്കളായിരുന്നിട്ടും കൂടി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അവർ ഒരുമിക്കാറുണ്ടായിരുന്നു, जज्बे का इजहार ഇപ്പോഴും സംഘടിക്കുന്നുമുണ്ട്. ഈ അധ്യാപനങ്ങൾ കാരണത്താൽ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. के लिए सजा की जरूरत थी और वो भी खैर खाई थी दूसरों के लिए. हमें याद रखना चाहिए कि इस जमाने में എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും അവരുടെ ഗുണകാംക്ഷിയായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നതൊഴികെ, खास निस्बत के साथ भेजा അതും മറ്റുള്ളവരുടെ
നന്മ ഉദ്ദേശിച്ചായിരുന്നു ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. നാം ഓർക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിക്കൊണ്ട് അയക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശത്രുതയും വിദ്വേഷവും അദ്ദേഹത്തോടും ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു. ഹസ്രത്ത് മസീഹ് മുസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ചേർന്നിട്ടുള്ള നാം എതിർപ്പുകളെ തരണം ചെയ്യേണ്ടവരാണ്. അതിനെ തരണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ലോകത്തിന്റെ നന്മയാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഇതൊക്കെ കേട്ട് ചിലർക്ക് എതിർപ്പുകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാകുമോ എന്ന ചിന്ത ഉണ്ടായേക്കാം. അങ്ങനെയൊന്നുമല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, വിജയങ്ങളുടെ വാഗ്ദാനങ്ങൾ വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാമിനോട് അള്ളാഹു ചെയ്തിട്ടുള്ളതാണ്. ഈ വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതാണ്. പക്ഷെ അത് ഭൗതികമായ മാർഗങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കില്ല, ലൗകികരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുമായിരിക്കില്ല. ലൗകികരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും നമുക്കൊരു പ്രവൃത്തിയും പൂർത്തിയാക്കാനില്ല. ഭൗതികരെ നാം എങ്ങനെയാണ് വിശ്വസിക്കുക? കാരണം ഖൈർ ഉമ്മത്ത് എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെയാണ്. ഞങ്ങൾ ഖൈർ കൊടുക്കുന്നവരാണ്, വാങ്ങുന്നവരല്ല. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിജയം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ അനുഗ്രഹം ലഭിക്കുന്നതിന് നമുക്ക് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി അള്ളാഹു നമ്മുടെ മേൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തിയെ അതിന്റെ പരമമായ സീമയിലെത്തിക്കാൻ നാം പരിശ്രമിക്കേണ്ടി വരും. പ്രയത്നിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊണ്ടുമാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഓർമ്മിച്ചുകൊള്ളുക, മറ്റുള്ളവരെ ആശ്രയിക്കുകയും ഭൗതിക ശക്തികളിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ പിന്തുണ വാങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ അധപ്പതനമാണ്. ദൈവിക പ്രസ്ഥാനങ്ങൾ ഭൗതിക ശക്തികളുടെ സഹായം തേടാറില്ല. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വിജയം കൈവരിക്കാൻ നമുക്ക് സാധ്യമല്ല. നന്മയുടെ ഈ സന്ദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ പ്രചരിപ്പിക്കേണ്ടത്. തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകേണ്ടതുണ്ട്. തൊഴിലാളികളിലും മുതലാളിമാരിലും ഡോക്ടർമാരിലും വക്കീൽമാരിലും ശാസ്ത്രജ്ഞരിലും അധ്യാപകരിലും മറ്റുത്തരവാദപ്പെട്ട എല്ലാവരിലും യുക്തിഭദ്രമായി നന്മയുടെ ഈ സന്ദേശം തങ്ങളുടെ വിഭാഗങ്ങളിൽ എത്തിക്കേണ്ടതാണ്. ലോകത്തിന് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടി എതിർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ എതിർപ്പുകൾ മുളപൊട്ടുന്നതിനു മുമ്പ് അവിടെ നാം വേരുറപ്പിക്കേണ്ടതാണ്. ചെകുത്താന്റെ സംഘങ്ങൾക്ക് ബോധം വരുന്നതിനു മുമ്പ് നന്മയുടെയും സൽഭാവനയുടെയും മനോഹരമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ അവിടെ വിജയം കൈവരിക്കേണ്ടതാണ്. അതിനാൽ യുക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ട് നന്മയുടെയും സൽഭാവനയുടെയും ഇസ്ലാമിക അധ്യാപനത്തെ ഓരോ ഹൃദയത്തിലും കുടിയിരുത്തുകയും അതിനായി നിരന്തരം ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇന്ന് മുഹമ്മദി മസീഹിന്റെ ദാസർ എന്ന് പറയുന്നവരുടെ ജോലിയാണ്. ഇതിനെല്ലായിടത്തും ദായ ഇലല്ലാ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതും അവരെ സജീവമാക്കേണ്ടതും അനിവാര്യമാണ്. അള്ളാഹു ജമാഅത്ത് അംഗങ്ങളെയും ജമാഅത്ത് വ്യവസ്ഥിതിക്കും ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر